മീഡിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ലെവൽ പ്രോബ്ലംസ് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫ്രം ദി ഫോളോവിങ്. ഇഫ് 60% ഓഫ് ദി സ്റ്റുഡൻസ് പാസ് ദ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് നടത്തിയിട്ട് പരീക്ഷയിൽ 60% ആളുകൾ വിജയിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ മിനിമം മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ എ പാസ് കാൻഡിഡേറ്റ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പാസ്സായ കാൻഡിഡേറ്റ്സ്, അതിൽ ഏറ്റവും മിനിമം മാർക്ക് എത്രയാണ് എന്നുള്ളതാണ്. പാസ്സായ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആളുടെ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫൈൻഡ് ദ മിനിമം മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ എ പാസ് കാൻഡിഡേറ്റ്. അപ്പോൾ 60% ആളുകൾ വിജയിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40% ആളുകൾ ഫെയിൽ ആയിട്ടുണ്ട് അല്ലേ. 100% മൊത്തം വരുമ്പോൾ അതിൽ 60% ആളുകൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 40% ഫെയിലായ ആളുകളാണല്ലേ. അപ്പോൾ ആ കാര്യം കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ക്ലാസ് ഇൻ്റർവൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, മിസ്സിംഗ് ഫ്രീക്വൻസി ഒന്നുമില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. മീഡിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫ്രം ദി ഫോളോവിങ് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ മീഡിയൻ സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻസി എഴുതുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നു. അതിനുശേഷം നമുക്ക് n/2, നമുക്ക് m കണ്ടുപിടിക്കാൻ വേണ്ടി n/2 50/2 25 അല്ലേ. അപ്പോൾ 25ാമത്തെ ഐറ്റം വരുന്നത് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീഡിയം ക്ലാസ് ഇതാണ് 20 30 അല്ലേ. L1ഉം L2ഉം. F എന്ന് പറയുന്നത് 20 m 25 നമ്മൾ കണ്ടുപിടിച്ചു. C എന്ന് പറയുന്നത് 10. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മീഡിയൻ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. മീഡിയൻ ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് 27.5 എന്ന് ലഭിക്കും. അപ്പോൾ മീഡിയൻ കണ്ടുപിടിച്ച് ഇനി നമുക്ക് ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ദി മിനിമം മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ എ പാസ് കാൻഡിഡേറ്റ്. ഒരു പാസ് കാൻഡിഡേറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പാസ്സായ ഒരു കാൻഡിഡേറ്റ്, പാസ്സായ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും മിനിമം മാർക്ക് കിട്ടിയ ആളുടെ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 60% ഓഫ് ദി സ്റ്റുഡൻസ് പാസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 40% ഫെയിൽഡ് ഇൻ ദി എക്സാമിനേഷൻ അല്ലേ. മൊത്തം ആളുകളുടെ എണ്ണം എത്രയാണ്? കുട്ടികളുടെ എണ്ണം, മൊത്തം കുട്ടികളുടെ എണ്ണം 50 അല്ലേ. അപ്പോൾ 50ൻ്റെ 40%, 20 പേര് തോറ്റിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. 50ൻ്റെ 60% ആളുകൾ ജയിച്ചു, ബാക്കിയുള്ള 40% ആളുകൾ തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 × 40/100 എന്ന് വെച്ചുകൊണ്ട് 50ൻ്റെ 40% എത്രയാണ് നമുക്ക് കിട്ടും? 50ൻ്റെ 40% എത്രയാണ്? 20 അല്ലേ. അതായത് 20 കുട്ടികൾ ഫെയിലായിട്ടുണ്ട്. മൊത്തം 50 കുട്ടികളല്ലേ ഉള്ളത്, അതിൽ 20 കുട്ടികൾ ഫെയിലായിട്ടുണ്ട്, ബാക്കിയുള്ള 30 കുട്ടികൾ ജയിച്ചിട്ടുണ്ടാവും അല്ലേ. വൈൽ അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ ദ അസെൻഡിങ് ഓർഡർ വി ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് 20 സ്റ്റുഡൻസ് വെയർ ഫെയിൽഡ് ഇൻ ദി എക്സാമിനേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ഈ ഒരു ഡാറ്റയെ, കുട്ടികളുടെ എണ്ണത്തെ നമ്മൾ, അതായത് ഏറ്റവും മാർക്ക് കിട്ടിയ ആളെ നമ്മൾ ആദ്യം എഴുതുന്നു, അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. രണ്ടാമത് മാർക്ക് കിട്ടിയ ആൾ 2, പിന്നെ 3, അങ്ങനെ നമ്മൾ എന്താണ് 20 വരെ എഴുതുന്നു അല്ലേ. ഇപ്പോൾ 20 പേര് വരെ, ആദ്യത്തെ ഈ ഒരു 20 പേര്, ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ആദ്യത്തെ 20 പേര് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവർ ഫെയിലായിട്ടുണ്ട് അല്ലേ. 21ാമത്തെ ആൾ മുതൽ പിന്നെ 50ാമത്തെ ആൾ വരെയുള്ള ആളുകൾ എന്താണ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആളുടെ ആരായിരിക്കും? 21ാമത്തെ ആളായിരിക്കും അല്ലേ. ആദ്യത്തെ 20 ആളുകൾ പരാജയപ്പെട്ടു, 21 മുതൽ 50 വരെ 30 കുട്ടികൾ ജയിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും മാർക്ക് കൂട്ടിയ ആളുകൾ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ കുറഞ്ഞ മാർക്കിൽ നിന്ന് കൂടിയ മാർക്കിലേക്ക് എഴുതുമ്പോൾ 21ാമത്തെ അയാൾക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 21ാമത്തെ ആളുടെ ആ ഒരു മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി, അപ്പോൾ മാക്സിമം മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ, മിനിമം മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ എ പാസ് കാൻഡിഡേറ്റ്, ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ആ കാൻഡിഡേറ്റിൻ്റെ മാർക്കെല്ലാം എവിടെയാണ് കിടക്കുന്നത്? മാർക്കെല്ലാം കൊടുത്തിരിക്കുന്നത് ഇതാണല്ലേ. ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലാണ് മാർക്കെല്ലാം കിടക്കുന്നത്. 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ 10 പേര്, 20 മുതൽ 30 വരെ മാർക്ക് കിട്ടിയ 20 പേര്, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. എക്സ് ആണ് മാർക്ക്. അപ്പോൾ അത് മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 21ാമത്തെ ആളല്ലേ. അപ്പോൾ 21ാമത്തെ ആളുടെ ആ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളത്തിൽ 21ാമത്തെ ആളുടെ ടു ഫൈൻഡ് മാർക്സ് ഓഫ് 21ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം നമ്മൾ നോക്കണം. 21ാമത്തെ ഐറ്റം കിടക്കുന്നത് ഇൻക്ലൂഡഡ് ഇൻ 30 അല്ലേ. ഇവിടെ 21ാമത്തെ ഐറ്റം 21 എന്ന് പറയുന്നത് 30 അല്ലേ. 21 കഴിഞ്ഞാൽ പിന്നെ 30 പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് വരും. 20 30 ആണ് L1 L2 ഒക്കെ വരുന്നത്. 20 ഫ്രീക്വൻസി വരുന്നത്. ആദ്യം ചെയ്ത പോലെ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ L1 L2 - L1 അതെല്ലാം വെച്ചുകൊണ്ട് ചെയ്യുക. 20 + 30 - 20 / 20 × 21 - 10 അല്ലേ. ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 21ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് m എന്ന് പറയുന്നത് 23 എടുക്കണം. അപ്പോൾ 21 - 10 അല്ലേ. -10, 21 - 10, അതായത് 21 പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസിയാണ് വരുന്നത്. ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം ഇതാണ് മീഡിയം ക്ലാസ്. തൊട്ടുമുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 10 അല്ലേ. അപ്പോൾ അതിനൊന്നും മാറ്റമില്ല, അത് നമുക്ക് 10 തന്നെയാണ്. അപ്പോൾ അതോടെ എടുത്ത് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25.5 മാർക്ക് എന്ന് ലഭിക്കും. അപ്പോൾ ഇതുപോലെ ഓർത്തിരിക്കുക, നിങ്ങൾ
മിനിമം മാർക്ക് കിട്ടിയ പാസ്സായ സ്റ്റുഡൻസിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ആളുടെ ആ മാർക്കാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ പെർസെൻറ്റേജാണ് തന്നിരിക്കുന്നത്, ജയിച്ച പിള്ളേരുടെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള പെർസെൻറ്റേജ് തോറ്റ പിള്ളേരുടെ ആയിരിക്കും. അത് വെച്ചുകൊണ്ട് നമ്മൾ എണ്ണം ഇൻറ്റു ആ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമ്മൾ 20 പേര് തോറ്റു എന്ന് മനസ്സിലാക്കി. അപ്പോൾ 1 മുതൽ 50 പേര് നമ്മൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ആദ്യത്തെ 20 പേര് തോറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ആൾ മുതൽ 50ാമത്തെ ആൾ വരെ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21ാമത്തെ ആളുടെ മാർക്കാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എം ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് 21ാമത്തെ ആളുടെ മാർക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗോൾഡ് 21 എന്ന് പറയുമ്പോൾ 30 തന്നെയാണ്. അപ്പോൾ ഈ 30 നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ് ഇൻ്റർവൽ നമ്മൾ L1 L2 ആയിട്ട് എടുക്കാൻ വേണ്ടി മീഡിയം ക്ലാസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. പിന്നെ ഇവിടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് 21 ആയിട്ട് എടുക്കുക കേട്ടോ. എം 21 ആയിട്ട് എടുക്കണം. ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മീഡിയം കണ്ടുപിടിക്കാമെന്നുള്ളൂ. 25.5 മാർക്കാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്, അയാൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്. അതായത് പാസ്സായ കുട്ടിക്ക് 21ാമത്തെ ആൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 25.5 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഫോളോവിങ് ഈസ് ദി ടേബിൾ വിച്ച് ഗീവ്സ് യു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് സെക്യൂർഡ് ബൈ സം സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാമിനേഷൻ. അപ്പോൾ മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, മാർക്ക് പറഞ്ഞിട്ടുണ്ട്, സ്റ്റുഡൻസിൻ്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മീഡിയൻ മാർക്സ്, മീഡിയൻ കണ്ടുപിടിക്കണം. ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് ഫെയിലർ ഇഫ് ദ മിനിമം മാർക്ക് ഫോർ എ പാസ് ഈസ് 35. നമ്മൾ എത്ര പെർസെൻറ്റേജ് ആളുകൾ പരാജയപ്പെട്ടു. ഇഫ് ദ മിനിമം മാർക്ക് ഫോർ എ പാസ് ഈസ് 35. 35 മാർക്കാണ് പാസ്സാകാനുള്ള ഏറ്റവും കുറഞ്ഞ മാർക്കെങ്കിൽ, അതായത് പാസ് മാർക്ക് 35 ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ ഫെയിലർ ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാൽക്കുലേഷൻ ഓഫ് മീഡിയൻ കണ്ടുപിടിക്കാവുന്നുള്ളൂ. മീഡിയന് വേണ്ടി നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഫ്രീക്വൻസിയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നു. 399 നമുക്ക് n കിട്ടുന്നത് അല്ലേ. അപ്പോൾ 399 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചുകൊണ്ട് 199.5 അല്ലേ. 199.5 ഇവിടെ വരും. അപ്പോൾ ഇതാണ് മീഡിയം ക്ലാസ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്. ഇതാണ് മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. ഇതാണ് സി വരുന്നത് അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. 30 + 40 - 30 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 199.5 - 80 അല്ലേ. ഇതാണ് നമുക്ക് n വന്നിരിക്കുന്നത്, ഇതാണ് സി വന്നിരിക്കുന്നത്, ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. L1 L2 ഒക്കെ നമുക്ക് ഈ ഒരു മീഡിയം ക്ലാസ്സിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എം കണ്ടുപിടിച്ചിരിക്കുന്നു. അതിനുശേഷം മീഡിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 40 എന്നുള്ളത് മീഡിയം കിട്ടി അല്ലേ. ഇനി അടുത്താണ് ക്വസ്റ്റ്യനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. കാൽക്കുലേഷൻ ഓഫ് ദി പെർസെൻറ്റേജ് ഓഫ് ഫെയിലർ ഇഫ് ദ മിനിമം മാർക്ക് ഫോർ എ പാസ് ഈസ് 35. 35 മാർക്കാണ് പാസ്സാകാനുള്ള ഏറ്റവും കുറഞ്ഞ മാർക്കെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ തോറ്റു എന്നുള്ളതാണ് അല്ലേ. ഈ 35 മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ് വരുന്നത്? 30, 40 ഇതാണ് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. 30 മുതൽ 40 വരെ മാർക്ക് ലഭിച്ച 120 പേരുണ്ട്. അപ്പോൾ 30, 40 ഇതിനിടയിലാണ് വരുന്നതാണ് 35 വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 മുതൽ 20 വരെ കിട്ടിയ 42 പേര് തോറ്റിട്ടുണ്ട്. 20 മുതൽ 30 വരെ മാർക്ക് കിട്ടിയ 32 പേരും തോറ്റിട്ടുണ്ട് അല്ലേ. കാരണം 35 മിനിമം മാർക്ക്. അപ്പോൾ ഇത്രയും ആളുകൾ മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ 42 + 38 നമുക്ക് ഉറപ്പിക്കാം ഇത്രയും ആളുകൾ തോറ്റ കുട്ടികൾ തന്നെയാണ് അല്ലേ. അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 40 ഇടയ്ക്ക് 35 വരുന്നത് ഈ 30-നും 40-നും ഇടയ്ക്കായതുകൊണ്ട് ഇതിൽ പകുതി കുട്ടികൾ ജയിച്ചിട്ടുണ്ടാവും, പകുതി കുട്ടികൾ തോറ്റിട്ടുണ്ടാവും അല്ലേ ഏകദേശം. അതായത് 35 എന്ന് പറയുന്നതിൻ്റെ സെൻട്രലാണ് വരുന്നത് അല്ലേ. 30-നും 40-നും ഇടയ്ക്ക് 120 പേരാണ്. അപ്പോൾ 35-ന് മുകളിലേക്ക് ഒരു 5 പേരും 35 താഴോട്ട് ഒരു 5 പേര് തോൽക്കുകയും ചെയ്തിട്ടുണ്ടാവും അല്ലേ. 35 മുകളിലേക്ക് ജയിക്കുകയും 35 താഴോട്ട് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മിനിമം മാർക്ക് 35 ആണല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി എടുത്താൽ മതി, 120-ൻ്റെ പകുതി എടുത്താൽ മതി. 120 × 2 ആ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എങ്ങനെ ചെയ്തു അത് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ 140 മാർക്ക് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ്. എത്ര സ്റ്റുഡൻസ്? 140 സ്റ്റുഡൻസിൻ്റെ എണ്ണം അല്ലേ. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 42-ഉം 38-ഉം നമുക്ക് 30, 40-ന് താഴെ വരുന്ന ക്ലാസ്സിൽപ്പെട്ട ആ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ്. ഇവിടെ നമുക്ക് 120-ൻ്റെ എത്ര പെർസെൻറ്റേജ്? പകുതിയാണ്. പകുതി വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 35 - 30 അല്ലേ. അതായത് 30 മുതൽ 35 വരെ, 35 - 34 വരെ കറക്റ്റായിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു 5 പേര് തോറ്റിട്ടുണ്ടാവും. അത് ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ 30, 40 എന്നല്ല വരുന്നത്. മൊത്തത്തിലുള്ള അതിൻ്റെ ആ ഒരു മാർക്കിൻ്റെയാണ് നമ്മൾ 10 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 10-ൽ 5 അതാണ് ഇവർ വരുന്നത് അല്ലേ. അതായത് 2-ൽ 1. 35 - 30 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 120. അതിനെ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും അല്ലേ. 60 + 38 + 42 140 എന്ന് പറയുന്നത്. അപ്പോൾ 140 കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ട് അല്ലേ. 140 കുട്ടികളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം 399 കുട്ടികളാണ്. അപ്പോൾ 140 ഡിവൈഡ് ബൈ 399 ഇൻറ്റു 100 35.1% ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഒരു പ്രോബ്ലം കൊണ്ട് നോക്കാം. ഇൻ എ ബാച്ച് ഓഫ് 15 സ്റ്റുഡൻസ് 5 സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ എ ടെസ്റ്റ്. അപ്പോൾ 15 സ്റ്റുഡൻസ് ആണ് മൊത്തമുള്ളത്, 5 സ്റ്റുഡൻസ് ഫെയിൽഡായി. ദ മാർക്ക് ഫോർ 10 സ്റ്റുഡൻസ് ഹു പാസ്ഡ് ദ ടെസ്റ്റ് വെർ ഗിവൺ ബിലോ. പാസ്സായ 10 കുട്ടികൾ, 15 പേരിൽ 5 പേര് ഫെയിലായെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 10 പേര് ജയിച്ചു അല്ലേ. അപ്പോൾ 10 കുട്ടികളുടെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. 9, 6, 7, 8, 8, 9, 6, 5, 4, 7 അങ്ങനെ തന്നിട്ടുണ്ട്. വാട്ട് ഓഫ് ദി മീഡിയൻ ഓഫ് ദി മാർക്ക് ഓഫ് ഓൾ ദി 15 സ്റ്റുഡൻസ്. ഈ 15 സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ മീഡിയൻ സെൻട്രൽ വാല്യൂ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ പാസ്സായ കുട്ടികളുടെ മാർക്ക് അത് നമുക്ക് അസെൻഡിങ് ഓർഡറിലങ്ങ് എഴുതുന്നു. അതായത് തന്നിരിക്കുന്ന 9, 6 ആദ്യം വന്നിരിക്കുന്നത് അല്ലേ. അതിൽ ഏറ്റവും ചെറുത് നമ്മൾ മുതൽ മുകളിലേക്ക് എഴുതുന്നു. 4, 5, 6, 6, 7, 7, 8, 8, 9, 9 എന്നങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. അതായത് ലാസ്റ്റ് 10 പേര് ജയിച്ച 10 പേര്, അതിന് പുറകിലായിട്ട് 5 പേര് തോറ്റിട്ടുണ്ടല്ലേ, 5 പേര് ഫെയിലർ ആയിട്ടുണ്ട്. അപ്പോൾ 5 പേരുടെ മാർക്ക് നമുക്ക് X1 എന്നും X2 എന്നും X3 എന്നും X4 എന്നും X5 എന്നും അങ്ങനെ എഴുതാം. അതിനുശേഷം ബാക്കി നമുക്ക് 4, 5, 6, 7 എന്നുള്ളത് ഇങ്ങനെ ഒന്ന് നിരത്തി എഴുതുക. കാരണം നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണോ മീഡിയം കണ്ടുപിടിക്കുന്നത് അതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയത്തില്ല ഈ തോറ്റ കുട്ടികളുടെ മാർക്ക് അല്ലേ. അപ്പോൾ 5 പേരാണ് തോറ്റത്, 5 ആണ് നമ്മൾ X1, X2 തൊട്ട് X5 വരെ എഴുതും. പിന്നെ ബാക്കിയുള്ളത് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതുകയും ചെയ്യുന്നു അല്ലേ. അതിനുശേഷം മീഡിയം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ നമുക്ക് n+1 ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പോൾ 15 + 1 16 ഡിവൈഡ് ബൈ 2 8 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നതിൽ 8ാമത്തെ ആയിട്ട് എണ്ണി എടുത്താൽ മതി അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 6 മീഡിയൻ അല്ലേ. 8ാമത്തെ ഐറ്റമാണ് മീഡിയൻ, 6 മീഡിയൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പരമാവധി നിങ്ങളിത് വർക്കൗട്ട് ചെയ്തുകൂടെ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.